നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ വീട്ടിലേക്ക് ഇഡി റെയ്ഡ് നടത്തിയ സമയത്ത് നടന്ന കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സഖാവിനെ വിമർശിക്കാൻ അല്ലെങ്കിൽ സഖാവിനെ തകർക്കാൻ വേണ്ടി വി.ഡി. സതീശനും മോദിയും തമ്മിൽ ഉണ്ടായിട്ടുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് ഡീലിന്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു അന്വേഷണം പെട്ടെന്ന് നടന്നത് എന്നൊക്കെയായിരുന്നു അന്ന് സമരാനുകൂലികളൊക്കെ പറഞ്ഞത്. ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ വാഹനം ഇടിച്ചു തകർത്തപ്പോൾ പോലും പിണറായിയെ തകർക്കാൻ വന്ന ഇ.ഡിയോടുള്ള മോദിയോടുള്ള വി.ഡിയോടുള്ള ദേഷ്യം എന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ പോയത്. എന്നാൽ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പിണറായി വിജയന്റെ അറിവോടുകൂടെ നടത്തിയിട്ടുള്ള വലിയ തിരിമറിയുടെ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊക്കെ വ്യക്തമാണ്. എന്തായാലും ഈ സംഭവത്തിൽ പിണറായിക്കും അതുപോലെ തന്നെ പിണറായി സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന മകൾ വീണയ്ക്കും കുരുക്കുമുറുകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ തടസ്സങ്ങളെല്ലാം നീങ്ങിയതോടെ വലവിരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ അനുമതി നൽകിയതോടെ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഇഡി. ഇതിനിടയിലാണ് ഇപ്പോൾ പിണറായി ഏതൊക്കെ തരത്തിലാണ് ഈ അന്വേഷണത്തിന് തിരിമറികൾ നടത്താൻ വേണ്ടി മൗനാനുവാദം നൽകിയത് എന്നതിന്റെ റിപ്പോർട്ടുകൾ കൂടെ പുറത്തു വരുന്നു. അതായത് പല അന്വേഷണവും അതിന് തടസ്സമായി നിന്നിരുന്നത് കേരളത്തിൽ പിണറായി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ ഓരോന്നും വ്യക്തമായി കൊണ്ടിരിക്കുന്നത്. പിണറായിക്ക് അനുകൂലമായിട്ട് സഖാക്കന്മാർ ചാവേറുകളായിട്ട് കാവലിരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇഡിയുടെ അന്വേഷണം അത് നിർണായക അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വീണയ്ക്കെതിരെ നിരവധി തെളിവുകൾ അവർ രേഖപ്പെടുത്തി കഴിഞ്ഞു. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിക്കെതിരായി SFIO കണ്ടെത്തിയിട്ടുള്ള തെളിവുകൾ ആവശ്യപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷ കൊച്ചിയിലെ പ്രത്യേക കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള പകർപ്പുകൾ നൽകുന്ന കാര്യത്തിൽ SFIO നിലപാട് നേരത്തെ PMRL കോടതിയെ ചോദിച്ചിരുന്നു. SFIO കസ്റ്റഡിയിലെടുത്ത 134 രേഖകൾ വേണമെന്നാണ് ഇഡിയുടെ പ്രധാനപ്പെട്ട ആവശ്യം. കരിമണൽ കമ്പനിയുമായി വീണയ്ക്ക് എക്സാലോജിക്കുമായിട്ടുണ്ടായിട്ടുള്ള കരാർ പകർപ്പും വീണയുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാട് രേഖകളും ഇഡി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നതിന് മുൻപ് പരമാവധി തെളിവുകൾ ഉറപ്പാക്കിയതിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് സൂചന. എന്തായാലും ഇതോടുകൂടെ പിണറായിയും വീണയും ഒക്കെ കുരുങ്ങുമോ എന്നുള്ള ചോദ്യം, ഇഡിയുടെ ഈ ലക്ഷ്യം, ഇഡിയുടെ ഈ അന്വേഷണത്തിന്റെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് വീണയെ പൂട്ടലാണോ എന്നുള്ള ചോദ്യവും ശക്തമായി വരികയാണ്. മാസപ്പടി കേസിലെ കള്ളപ്പണ ഇടപാടിൽ വീണയെ പൂട്ടാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് ഇഡി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഒരു പക്ഷത്തിന്റെ വാദം. SFIO നേരത്തെ കസ്റ്റഡിയിലെടുത്ത പ്രധാന തെളിവുകളുടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള പകർപ്പ് വേണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ ഇഡി രംഗത്തുണ്ട്. ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ അരുൺകുമാർ ചാരിയാണ് PMLRA കോടതിയെ സമീപിച്ചത്. ആവശ്യപ്പെട്ട തെളിവുകളെല്ലാം CMRLും വീണയും നടത്തിയിട്ടുള്ള ഇടപെടലുകളെ കുറിച്ചുള്ള രേഖകളാണ് എന്നുള്ളതാണ് പ്രധാനം. 2016 ഡിസംബർ 30 MRLുമായി വീണ ഉണ്ടാക്കിയ കരാറിന്റെ പകർപ്പ്, 2017 മാർച്ച് 2 എക്സാലോജിക്കും കരിമണൽ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറ്, എക്സാലോജിക് നൽകിയ സേവനങ്ങളുടെ വിശദാംശങ്ങൾ, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനിയുടെ ലോൺ വിശദാംശങ്ങൾ, വീണയുമായി കമ്പനി നടത്തി ലോൺ ഇമ്പാക്ട് രേഖകൾ അടക്കം മുഴുവൻ സാമ്പത്തിക ഇടപാട് രേഖകളും ഇഡി ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനു പുറമെ എക്സാലോജിക്കിലെ ജീവനക്കാരുടേതടക്കമുള്ള മൊഴികളുടെ പകർപ്പും വേണമെന്നാവശ്യപ്പെട്ടു. ഇഡി ആവശ്യപ്പെട്ട തെളിവുകൾ കൈമാറുന്നതിൽ SFIOയുടെ നിലപാട് കോടതി തേടിക്കഴിഞ്ഞു. വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന് മുൻപ് തെളിവുകളെല്ലാം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് സൂചന. കേസിൽ നടപടികളെല്ലാം വേഗത്തിലാക്കാനാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന യോഗത്തിലും തീരുമാനം. അതേസമയം CMRL എക്സാലോജിക് കേസിൽ കൂടുതൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിന് പരിമിതികളുണ്ട് എന്ന് വാദിക്കുന്നവരും ഒരു പക്ഷത്തുണ്ട്. കാരണം സന്ദേശ് ഖലിയിലേത് പൊതു റേഷൻ വിതരണത്തിലെ അഴിമതിയും അതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കലുമാണ് എന്നാണ് പറയുന്നത്. വീണയുടെ കാര്യത്തിൽ സ്വകാര്യ കമ്പനിയിൽ നിന്ന് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മാസപ്പടി വാങ്ങിയെന്ന ആരോപണമാണ് നിലനിൽക്കുന്നത്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട വീണയുടെ പേരിൽ ആരോപണങ്ങൾക്ക് ബന്ധമില്ല.
SFIO, ED എന്നിവയാണ് വീണയ്ക്കെതിരെയുള്ള കേസ് അന്വേഷിക്കുന്നത്. ED അന്വേഷണ പരിധിയിൽ സന്ദേശ് ഖഹിലെ പോലെ ഭൂമി കയ്യേറ്റം, ഗുണ്ടാപിരിവ്, സ്ത്രീ പീഡനം, ആയുധങ്ങൾ സൂക്ഷിക്കൽ പോലെയുള്ള കുറ്റകൃത്യങ്ങളില്ല എന്നും മറിച്ച് കമ്പനി നിയമങ്ങളുടെ ലംഘനവും നികുതി വെട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലുമേ ഉള്ളൂ എന്നും ഇതൊക്കെ കൊണ്ട് തന്നെ അന്വേഷണത്തിൽ വ്യാപ്തി വികസിപ്പിക്കുക എളുപ്പമല്ല എന്നുള്ളതുമാണ് വാദം. പക്ഷേ EDയെ കയറി പൊട്ടിച്ച സഖാക്കന്മാർക്ക് കുരുക്ക് മുറുകുന്നുണ്ട്. അതുവഴി അവരാരെയാണോ സംരക്ഷിക്കാൻ പോയിരുന്നത് അവർക്കും പിടി വീണു എന്ന് തന്നെയാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ED അന്വേഷണം ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഇതിനിടയിൽ ഉണ്ടായിട്ടുള്ള ഈ ED പ്രവർത്തകരെ, ED അന്വേഷകരെ, ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഒത്തുതീർപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടതാണ് എത്രമാത്രം അക്രമാസക്തമായിരുന്നു അന്ന് ആ വീട്ടിലുണ്ടായ സാഹചര്യം എന്നുള്ളത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ വീട്ടിൽ, പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ വാടക വീട്ടിൽ, തിരുവനന്തപുരത്ത് വഴുതക്കാടിനടുത്തുള്ള വാടക വീട്ടിൽ അന്വേഷണത്തിനെത്തിയ ED ഉദ്യോഗസ്ഥരെയാണ്, 4ഓളം വാഹനങ്ങളിലായി എത്തിയിരുന്ന ED ഉദ്യോഗസ്ഥരെയാണ് സഖാക്കന്മാർ അതിക്രൂരമായിട്ട് ആക്രമിച്ചത്. ഈ സംഭവം നടന്നതിനു ശേഷം കേസ് വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വീണ്ടും അവർക്ക് തന്നെ പാരയാകുമെന്ന് മനസ്സിലായതോടെ പല ആളുകളും ഒളിവിൽ പോയ സഖാക്കന്മാർക്ക് പുറത്ത് കാവൽ നിൽക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ റഹീം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വാഹനം ഓടിച്ച ആളിന്റെ മൊഴി മാറ്റാനുള്ള ശ്രമങ്ങളും നടത്തുന്നത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തായാലും ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും പഠിച്ച പണി 18 ശ്രമിച്ചുകൊണ്ട് ഒരു മകൾക്ക് വേണ്ടി കേരളം ഒന്നടങ്കം നിൽക്കുന്ന കാഴ്ച, അല്ലെങ്കിൽ കേരളത്തിലെ സഖാക്കന്മാർ ഒന്നടങ്കം നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുമ്പോഴും ഇതൊന്നും വിലയ്ക്ക് പോകില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ED അന്വേഷണം ശക്തമാകുകയാണ്. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പിടിക്കും എന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു. പുതിയൊരു ഭരണകൂടം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് കൂടുതൽ സാധ്യതയേറിയിട്ടുണ്ട്. സാധ്യതകൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും EDയുടെ അന്വേഷണം അത് കുറച്ചുകൂടെ സുഗമമാകും. അങ്ങനെയാണെങ്കിൽ വീണ വിജയൻ അഴി എണ്ണേണ്ടി വരും എന്ന് തന്നെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്.